സമയം രാത്രി 12 മണിവരെയാക്കിയത് വലിയ ചർച്ചാ വിഷയം തന്നെയാണത്. ഇപ്പോഴത്തെ ഈ തീരുമാനത്തിനെതിരെ ബാർ ഹോട്ടൽ തൊഴിലാളികളുടെ സംഘടന രംഗത്തെത്തുകയാണ്. തൊഴിലാളി സംഘടനകളുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായ തീരുമാനം എടുത്തുവെന്നതാണ് ആരോപണം. തൊഴിലാളികൾക്ക് ജോലിഭാരം കൂടുമെന്നും സംഘടന ആരോപിക്കുന്നു. തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഓൾ കേരള ബാർ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് എംപ്ലോയീസ് അസോസിയേഷൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം ബാറുകൾ തുറന്നു കിട്ടിയ ആ സമയത്ത് തൊഴിലാളികൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയാണ് നമ്മൾ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷേ 2022 മിനിമം വേജ് പ്രഖ്യാപിച്ചിട്ട് ഒരു സ്ഥാപനത്തിൽ പോലും ശമ്പളം പോലും കറക്റ്റായിട്ട് നൽകിയിട്ടില്ല. 12-15 രൂപ ശമ്പളം നൽകിയാണ് ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളി സംഘടനകളോടോ മറ്റ് നേതാക്കളോടോ ഒന്നും ആലോചിക്കാതെ ഗവൺമെന്റ് ഏകപക്ഷീയമായി എടുത്ത നിലപാടാണ് ബാറിന്റെ സമയം കൂട്ടിയിരിക്കുന്നത്. ഈ സമയം ഇങ്ങനെ കൂട്ടിയിരിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് ഈ രാവിലെ ഈ 10 മണി എന്നുള്ള സമയത്ത് ഏകദേശം 8:30 അവിടെ ജോലിക്ക് വരണം. 12 മണിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിതെല്ലാം ക്ലോസ് ചെയ്ത് ഇറങ്ങി പോകുമ്പോഴത്തേക്കും 1 മണി 1:30-2 മണിയാകുമ്പോഴാണ് വീട്ടിൽ ചെല്ലുന്നത്. ഇതിനിടയ്ക്ക് അവർക്ക് ഉറങ്ങാനോ അവരുടെ കുടുംബത്തിൽ നോക്കാനോ സംരക്ഷിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. എം ജി പ്രതീഷാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. പ്രതീഷ്, അവർ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ട്. കാരണം സമയം ഇത്രയധികം കൂട്ടുമ്പോൾ തൊഴിലാളികളുടെ കാര്യം എങ്ങനെയാണ് എന്നതിലൊരു തീരുമാനമില്ല, അത്തരത്തിലൊരു ചർച്ചകളൊന്നും നടന്നിട്ടില്ല, ഏകപക്ഷീയമായ ഒരു തീരുമാനം എന്നതാണ് അവരുടെ ആരോപണം. വിനീത, തീർച്ചയായും ഏകദേശം 40,000-ഓളം തൊഴിലാളികളാണ് സംസ്ഥാനത്തെ ബാർ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിൽ പണിയെടുക്കുന്നത്. ആ തൊഴിലാളികളെ സംബന്ധിച്ച് സർക്കാരിന്റെ ഈ ഒരു പുതിയ തീരുമാനം വലിയ ജോലിഭാരവും മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ 11 മണിക്ക് തുറന്ന് 11 മണിക്ക് ബാർ അടയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 10 മുതൽ 12 മണി വരെ ആക്കുമ്പോൾ ഒരു ദിവസം 14 മണിക്കൂർ വരെ ഈ ബാർ ഹോട്ടലിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ജോലി ചെയ്യേണ്ട സാഹചര്യമാണ്. 10 മണിക്ക് ബാർ തുറക്കണമെങ്കിൽ തന്നെ രാവിലെ 8:30 കൂടി ജോലിക്ക് എത്തേണ്ട സാഹചര്യമുണ്ട്. 12 മണിക്ക് ബാർ അടച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കണക്കെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കി 12, 1 മണി, 2 മണി കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് വീട്ടിലെത്താൻ കഴിയുക. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് വലിയ ജോലിഭാരമാണ്. ആ ജോലിഭാരം സർക്കാർ അടിച്ചേൽപ്പിക്കുന്നു എന്നതാണ് CITUവിന്റെ തന്നെ കീഴിലുള്ള ഓൾ കേരള ബാർ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ അവർ ഹൈക്കോടതിയെ സമീപിക്കും എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒരു കൂടിയാലോചനയും നടത്താതെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം സർക്കാർ എടുത്തത്. അത് ബാർ ഉടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഏകപക്ഷീയമായി സർക്കാർ അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ മാസം തന്നെ ഈ തൊഴിലാളികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കത്ത് മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും നൽകിയിരുന്നു. അതുപോലും പരിഗണിക്കാതെയാണ്, ഒരു ചർച്ചയും നടത്താതെ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആ തീരുമാനം സർക്കാർ തിരുത്തണം. ഒപ്പം ഈ തൊഴിലാളി തൊഴിലാളികളുമായി സർക്കാർ ചർച്ച നടത്തണം എന്നതാണ് പ്രധാനമായും ഇവർ പറയുന്ന കാര്യം. ഒപ്പം നാളെ ഇവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് കൂടുതൽ സമര പരിപാടികൾ ഉൾപ്പെടെ ഇവർ ആലോചിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനമായും ഈ സംഘടന പറയുന്ന കാര്യം. ഒപ്പം CPM നേതാവ് S ശർമ്മയാണ് ഈ തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹത്തോട് പോലും ഇക്കാര്യം ആലോചിച്ചിട്ടില്ല, ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നതാണ് പറയുന്നത്. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ, വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ CITUവിന്റെ കീഴിലുള്ള തന്നെ സംഘടന പറയുന്നത്. വിനീത, ശരി, വ്യക്തമാണ്.